ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വീണ്ടും തിരിച്ച് ഖത്തറിൽ തന്നെ എത്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവുകയാണ് തിരിച്ച് UK-യിലേക്ക്. അപ്പോൾ ട്രാൻസിറ്റ് വഴി ഖത്തർ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ചൊന്ന് കറങ്ങി കുറച്ച് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവാന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ MRAന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. വന്നിട്ട് MRAയിൽ പോയിട്ടില്ലായിരുന്നു. MRAയിലെ ബിരിയാണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ അവിടുത്തെ ചെമ്മീൻ ചോറ് അങ്ങനെ നല്ല രസമാണ്. അപ്പം എന്തായാലും പോകുന്നതിന് മുന്നേ 2-3 ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ MRAയിലെത്തി. MRAയിൽ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഇതായി പറഞ്ഞ ചെമ്മീൻ ചോറ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ പിന്നെന്താണ് കല്യാണ നെയ്ച്ചോറ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഫെർബി എപ്പോഴും ഫുഡിൻ്റെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഫുഡിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഉണ്ടാക്കാനും കാണാനും ഒക്കെ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഫുഡിൻ്റെ കാണിക്കുന്നത് കൂടുതലും. പിന്നെ അപ്പോൾ അതൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് ഇനിയിപ്പോൾ ബിരിയാണിയൊന്നും ഇങ്ങനത്തെ ബിരിയാണികളൊക്കെ ഒന്നും കിട്ടില്ല. ആഗ്രഹം തോന്നിയാൽ തന്നെ നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ സിറ്റി സെൻറ്ററിൽ ഓൾറെഡി പോകുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ കാണാനും ഫോൺ വിളിക്കാനും ഒക്കെ ഉണ്ട്. ഒന്നിനും സമയം കിട്ടിയില്ല. കുറച്ച് നേരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഖത്തറിൽ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എല്ലാവരെയും വിളിച്ച് വീണ്ടും നമ്മളെല്ലാവരും കാണണം എന്നൊക്കെ വലിയ ആഗ്രഹത്തിലാണ് പോകുന്നത്. അപ്പോൾ അവർ 2-3 പേര് രണ്ട് പേര് കേട്ടോ, 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കാണാൻ. അപ്പം അതാണ് സിറ്റി സെൻറ്റർ മോൾ കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് വരും. അടിപൊളി മോളാണ്. എനിക്ക് ഖത്തറിൽ വന്നതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മോളിലൊന്നാണ് സിറ്റി സെൻറ്റർ മോൾ കേട്ടോ. പിന്നെ എനിക്ക് ദോഹ ഫെസ്റ്റിവലും മോളും ഇഷ്ടമാണ്. അപ്പം ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം കോഫിയും ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് അവരോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞിട്ടോ. പിന്നെ അതിന് ശേഷം ബി ലബാൻ കഴിക്കാനാണ് പോയത്. ഇതൊരു ഫേമസ് ആണ്, ഇപ്പം ഭയങ്കര വൈറലാണ്. അപ്പം ഞാൻ ഇവിടുന്ന് കാണുമ്പോൾ UK-ന്ന് കാണാറുണ്ട് റീൽസിലൊക്കെ. ഇതിങ്ങനെ അപ്ലൈ ഞാൻ വിചാരിച്ചിരുന്നു ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ ഇത് ക്യൂ കണ്ടിട്ട് ഞാൻ ഷോക്കായിപ്പോയി. അത്രയും ക്യൂ ആയിരുന്നു. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട് അവിടെ. അവരുണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ശരിക്കും എന്തൊരു നീറ്റായിട്ട് അറിയാം ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റിൻ്റെതും പിന്നെ എന്താ പറയുക എല്ലാം ഉണ്ട്. പിസ്റ്റാച്ചിയോ സോസ് ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ട് എന്തൊക്കെയോ ആക്കിയിട്ടാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. അത് ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ കുറേ നേരത്തിന് ശേഷം ക്യൂ നിന്നതിന് ശേഷം നമുക്ക് സംഭവം കയ്യിൽ കിട്ടി. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഉള്ളത് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ വീണ്ടും നമുക്ക് ചായ കുടിക്കണം എന്നുള്ളൊരു പൂതിയൊക്കെ തോന്നിയപ്പോൾ അവർ നമ്മളെ ചായ കുടിക്കാൻ നല്ലൊരു ചായക്കടയിൽ കൊണ്ട്, പേരെനിക്കറിയില്ല, അവിടെ കുഞ്ഞിപ്പത്തിലും പിന്നെ കേസരിയും പിന്നെന്താണ് നെയ്പ്പത്തിലും അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് മനസ്സും വയറും നല്ലോണം ഫുള്ളായി. ഇനിയിപ്പം ഫ്ലൈറ്റിൽ നിന്നൊക്കെ കഴിക്കലൊക്കെ കണക്കായിരിക്കും. എന്തായാലും ലോഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കലുണ്ടാവില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി കഴിക്കോളൂ. അപ്പം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാട്ടോ നാട്ടിലേക്ക് പോയത്. നാട്ടിലെല്ലാവരെയും കാണാനും ഒക്കെ ആയിട്ട് പോയതാണ്. നല്ല രസമുണ്ടായിരുന്നു പോയ സമയത്ത്. ഇടയ്ക്ക് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിന് ശരിക്കും നല്ലൊരു ഫീലാണ്. അത് മാത്രമല്ല UK-യിൽ നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മൾ ഖത്തറിലോട്ടേക്ക് വന്നത്. മീൻസ് ഖത്തർ വഴി നാട്ടിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ ഇന്ത്യയിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റിന് ടൈമാവും. അപ്പോൾ നേരെ നമ്മൾ ഇനി എയർപോർട്ടിലേക്ക് പോകണം. അതിന് മുന്നേ നമ്മളിതാ ജസ്റ്റ് ഒന്ന് സിറ്റി സെൻറ്ററിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വെറുതെ കറങ്ങി. എനിക്കതങ്ങനെ ഒന്ന് കറങ്ങിയാൽ തന്നെ മനസ്സിനൊരു സന്തോഷം. എനിക്ക് ലൈറ്റ്സൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.